ആം ആദ്മി പാർട്ടിയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഗാനത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അംഗീകാരം. നേരത്തെ വിവാദമായ ഗാനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം മാറ്റങ്ങൾ വരുത്തിയിരുന്നു. നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. നിതിൻ, എന്തായിരുന്നു കമ്മീഷന്റെ നടപടികൾ? എന്ത് മാറ്റം വരുത്തിയാണ് ഇപ്പോൾ പുതിയ അനുമതി ലഭിച്ചിരിക്കുന്നത്? അറിയാൻ കഴിയുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? വേണു, ജയിൽ കാ ജവാബ് വോട്ട്സ് എന്ന 2 മിനിറ്റ് ദൈർഘ്യമുള്ള പ്രചരണ ഗാനത്തിനെതിരെയാണ് BJP പരാതി നൽകിയിരുന്നത്. പ്രധാനമായി ആ പരാതിയിൽ ചൂണ്ടിക്കാട്ടിയത് കേന്ദ്ര സർക്കാരിനെതിരെയും അതോടൊപ്പം തന്നെ കേന്ദ്ര ഏജൻസികളെതിരെയും രൂക്ഷമായ ഭാഷയിൽ തന്നെയായിരുന്നു ആ ഗാനത്തിലെ ഉള്ളടക്കം എന്നുള്ളതാണ്. ഇതിൽ മാറ്റങ്ങൾ വരുത്തണമെന്ന് നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആം ആദ്മി പാർട്ടിയോട് അറിയിച്ചിരുന്നു. പക്ഷേ മാറ്റങ്ങളൊന്നും വരുത്താതെ തന്നെ മുന്നോട്ട് പോകും എന്ന നിലപാട് ആം ആദ്മി പാർട്ടി സ്വീകരിച്ചപ്പോൾ ആ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലും ആ ഗാനത്തെ വിലക്കുന്ന ഒരു നടപടിയായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചത്. എന്നാൽ ഇപ്പോൾ 3-4 ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ സ്വാഭാവികമായിട്ടും ഈ ഗാനം വിലക്കിയാൽ ആം ആദ്മി പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ മുദ്രാവാക്യമാണ് ജയിലിൽ കിടക്കുന്ന അരവിന്ദ് കെജ്രിവാളിന് ഒരു വോട്ട് എന്ന ഒരു സന്ദേശം ഗുജറാത്തിലും ഹരിയാനയിലും അതോടൊപ്പം തന്നെ പഞ്ചാബ് കൂടാതെ വിവിധ സംസ്ഥാനങ്ങളിൽ ആം ആദ്മി പാർട്ടി ഈ പ്രചരണമായി മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഇപ്പോൾ ഈ ഗാനത്തിൽ ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഇപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുമതി നൽകിയിരിക്കുന്നത്. എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ പ്രചരണവേളയിൽ ഈ ഗാനവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളടക്കം ഡൽഹിയിലെ പ്രചരണവേളയിൽ ഈ ഗാനമായിരുന്നു ആം ആദ്മി പാർട്ടി ഉപയോഗിച്ചത്. എന്തായാലും കേന്ദ്ര സർക്കാരിനെയും കേന്ദ്ര ഏജൻസികളെയും രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച ഗാനത്തിനെതിരെയാണ് പിന്നീട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രംഗത്ത് വരികയും നടപടി നേരിടുന്ന സാഹചര്യമുണ്ടായത്. നിലവിൽ ഇപ്പോൾ ഈ ഗാനത്തിന് ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് അനുമതി നൽകിയിട്ടുണ്ട്. അതേസമയം തന്നെ ആം ആദ്മി പാർട്ടി നൽകിയിരിക്കുന്നത് ഇത്തരമൊരു നടപടി അത് ജനാധിപത്യ വിരുദ്ധമാണ്. കാരണം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ രാഷ്ട്രീയ സന്ദേശത്തെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ടുകൊണ്ട് മാറ്റങ്ങൾ വരുത്താൻ നിർബന്ധിപ്പിച്ചിരിക്കുന്നത്. അതിനെതിരെ ശക്തമായ ഭാഷയിൽ തന്നെയാണ് പ്രതികരിച്ചുകൊണ്ട് ആം ആദ്മി പാർട്ടി ഇപ്പോഴും രംഗത്തുണ്ട്. നിതിൻ അംബുജനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.